1 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ധവള വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റ്സ് ടു പാൽ ഉൽപ്പാദനം മിൽക്ക് പ്രൊഡക്ഷൻ, ഗോതമ്പ് ഉൽപ്പാദനം വീറ്റ് പ്രൊഡക്ഷൻ, പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ, മത്സ്യ ഉൽപ്പാദനം ഫിഷ് പ്രൊഡക്ഷന്. ധവള വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പാൽ ഉൽപ്പാദനത്തിലാണ്, അഥവാ മിൽക്ക് പ്രൊഡക്ഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രാഥമിക തത്വത്തിന് ഉദാഹരണം പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത്, ബുക്കിൽ നിന്ന് കിട്ടുന്നത്, ജേർണലിൽ, പത്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് അഥവാ ന്യൂസ് പേപ്പറിൽ നിന്ന്, സെൻസസ് റിപ്പോർട്ട്. ഇതിലേതാണ് പ്രൈമറി ഡാറ്റ? ബുക്ക്, ജേർണൽ, പത്രം ഇവയൊക്കെ സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. എന്നാൽ ഇവിടെ സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് ആൻസർ ഏതാണ്? രണ്ടാമത്തെ ആൻസർ സെൻസസ് റിപ്പോർട്ട്. ശരിക്ക് സെൻസസിൻ്റെ റിപ്പോർട്ട് നമ്മൾ സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റികളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സെൻസസ് റിപ്പോർട്ട് സെക്കൻഡറി ഡാറ്റ ആയിട്ടാണ് പരിഗണിക്കുക. എന്നാൽ ഇവിടെ പ്രൈമറി ഡാറ്റ ആയിട്ട് പറഞ്ഞത് നമ്മൾ സെൻസസ് തയ്യാറാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സഹബന്ധം നെഗറ്റീവ് ആകുന്നത് വെൻ എ കോറിലേഷൻ ഈസ് നെഗറ്റീവ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ കോറിലേഷൻ പ്രധാനമായിട്ട് 5 തരത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കോറിലേഷൻ വരയ്ക്കുകയാണ്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നെഗറ്റീവ് കോറിലേഷനാണ്. നെഗറ്റീവ് കോറിലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? മുകളിൽ നിന്ന് താഴോട്ട് ചെരിഞ്ഞിറങ്ങുന്ന ഒരു കർവായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ എക്സ് ആക്സും ഇവിടെ വൈ ആക്സാണ് രേഖപ്പെടുത്തുക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിങ്ങോട്ട് പോകും തോറും എക്സിൻ്റെ അളവ് കൂടുകയാണ്. എന്നാൽ ഇവിടെ നിങ്ങളുടെ താഴത്തേക്ക് വരും തോറും വൈൻ്റെ അളവ് കുറയുകയാണ്. അതായത് എക്സ് കൂടുമ്പോൾ വൈ കുറയുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓസോൺ ശോഷണത്തിന് ഒരു കാരണമേത്? ജലമലിനീകരണം വാട്ടർ പൊല്യൂഷന്, ഭൂമി ശോഷണം ലാൻഡ് ഡിഗ്രഡേഷൻ, ശബ്ദമലിനീകരണം സൗണ്ട് പൊല്യൂഷൻ, ക്ലോറോഫ്ലോറോ കാർബൺ. ഏതാണ്? ക്ലോറോഫ്ലോറോ കാർബൺ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായിട്ട് വ്യാപിക്കുന്നത് വഴിയാണ് ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാവുന്നതും അല്ലെങ്കിൽ ഓസോൺ നശിക്കാൻ കാരണമാവുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻസർ സി ആണ്. ആൻസർ ഡി ആണ്. നാലാമത്തെ ആൻസർ ഡി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന വിഭാഗം ദി പോവർട്ടി എറാഡിക്കേഷൻ വിങ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള ഈസ് സാക്ഷരത മിഷൻ, ലിറ്ററസി മിഷൻ, കുടുംബശ്രീ മിഷൻ, സാമൂഹ്യ സുരക്ഷാ മിഷൻ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ഏതാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതാണ്? കുടുംബശ്രീ മിഷനാണ്. അതായത് ഓപ്ഷൻ ബി ആണ്. കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന വിഭാഗം, അതായത് സ്ത്രീകളെ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു സമ്പാദ്യശീലം വളർത്തുന്നുള്ള രീതിയിലൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത് കുടുംബശ്രീ മിഷനെ. അപ്പം ആൻസർ ബി. ആറാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുകളിൽ ബഹുലകത്തിന് മൂല്യം നൽകുന്ന ഡയഗ്രം ഏതാണ്? ബഹുലകം അഥവാ മോഡ് കണക്കാക്കുക. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പൈ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, ബാർ ഡയഗ്രാം, ഒജീവ്. അപ്പോൾ നമ്മൾ ബഹുലകം അഥവാ മോഡ് കണക്കാക്കാൻ വേണ്ടി ഏതാണ് ഉപയോഗിക്കാറുള്ളത്? ഹിസ്റ്റോഗ്രാം ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ഒരു ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ഒരുപാട് ബാറുകൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കുറേ ബാറുകൾ ഇങ്ങനെ വരയ്ക്കും. ഈ ബാറുകൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ബാർ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബാറിൻ്റെ സൈഡിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് തൊട്ട് താഴേക്കൊരു പോയിന്റിലേക്ക് എക്സ് ആക്സിലേക്ക് രേഖപ്പെടുത്തും. ഇതാണ് മോഡ് അഥവാ ബഹുലകം. അപ്പോൾ നമ്മൾ ഏതാണ്? ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബഹുലകം അഥവാ മോഡ് കണക്കാക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. കാർവേ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത്. കാർവേ കമ്മിറ്റി റിലേറ്റ്സ് ടു വൻകിട വ്യവസായം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, കൃഷി അഗ്രികൾച്ചർ, സേവന മേഖല സർവീസ് സെക്ടർ. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് നമ്മൾ കാർവേ കമ്മിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ്. അഥവാ ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർവേ കമ്മിറ്റി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ വില സൂചികയുടെ മറ്റൊരു പേര്? മൊത്തം വില സൂചിക, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ജീവിത ചെലവ് സൂചിക, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, സെൻസെക്സ്, കാർഷിക ഉൽപ്പന്ന സൂചിക, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻഡെക്സ്. ഉപഭോക്തൃ വില സൂചിക പ്രധാനമായിട്ടും ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുന്നത് ഏതാണ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്. അതായത് ഓരോ വ്യക്തികൾ അവനെ ജീവിക്കുന്നതിനനുസരിച്ചിട്ടുള്ളതാണ്. ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത ചെലവ് സൂചിക അഥവാ ഉപഭോക്തൃ വില സൂചിക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചികയെ ജീവിത ചെലവ് സൂചിക എന്നുകൂടി പറയാറുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നത്. സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ദി ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു ദി പബ്ലിക് ഈസ് നൗൺ ആസ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം, ഔട്ട്സോഴ്സിംഗ് പുറംപണി കരാർ, ലിബറലൈസേഷൻ ഉദാരവൽക്കരണം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം.
ഏതാണ്? മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് ഭാഗ്യമായിട്ട് വിൽക്കുന്നതിനെ നമ്മൾ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്ന് പറയും, അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. താഴെ കൊടുത്തിരിക്കുന്നതിൽ രാജ്യത്തിൻ്റെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്നത്: മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, തൊഴിലാളി ജനസംഖ്യ അനുപാതം, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, തലയെണ്ണൽ അനുപാതം, ഹെഡ് കൗണ്ട് റേഷ്യോ, സാക്ഷരതാ നിരക്ക്, ലിറ്ററസി റേറ്റ്. അതായത് രാജ്യത്തിൻ്റെ തൊഴിൽ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് തൊഴിലാളി ജനസംഖ്യ അനുപാതം. 11 മുതൽ 15 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. 11ാമത്തെ ക്വസ്റ്റ്യൻ: സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കേതികത്തിൻ്റെ പ്രാധാന്യം ചുരുക്കി വിവരിക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ്. സ്റ്റാറ്റിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ്. എല്ലാ പബ്ലിക് എക്സാമിനും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ്. അപ്പോൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കേതികത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഘികം അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാത്ത ഏറ്റവും വലിയൊരു ഉപകരണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് സംഖ്യാസംബന്ധമായിട്ടുള്ള വിവരങ്ങളെ പെട്ടെന്ന് ലഘുവായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് അവതരിപ്പിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കും. വളരെ വിശാലമായ ഡാറ്റയെ പെട്ടെന്ന് ചുരുക്കി വിവരിക്കാൻ വേണ്ടി സാധിക്കും. ഒരു രാജ്യത്തെ കയറ്റുമതി ഇറക്കുമതി എന്നിവയെക്കുറിച്ച് നമുക്ക് അറിയാനും രേഖപ്പെടുത്താനും സാധിക്കും. താല്പര്യങ്ങളെയും പ്രവണതകളെയും കുറിച്ച് അറിവ് അല്ലെങ്കിൽ ഭാവി പ്ലാനിങ് അല്ലെങ്കിൽ ഭാവി പദ്ധതികളെ കുറിച്ച് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗവൺമെൻറ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാറ്റിക്സ് നിർബന്ധമാണ്. സ്റ്റാറ്റിക്സിൻ്റെ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സാങ്കേതികത്തിന് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള അപഗ്രഥനം നടത്താൻ വേണ്ടി സാധിക്കും. സ്റ്റാറ്റിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 4-5 പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 മാർക്കിനാണെന്നുണ്ടെങ്കിൽ എന്തായാലും 4 പോയിന്റ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. എക്സാമിന് 2 മാർക്കിനോ 3 മാർക്കിനോ ചിലപ്പോൾ ഈ ചോദ്യം വരാറുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ: WTO കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതായത് 1948 രൂപം കൊണ്ടുള്ള ഗാട്ട് എന്നുള്ളതുണ്ടായിരുന്നു. അതായത് ജനറൽ അഗ്രിമെൻറ്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ്. അതിൽ 23 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. അത് ഈ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അവിടെ ഉണ്ടായിരുന്ന താരിഫ് കോട്ട പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു നിശ്ചിത പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് 1948 ഇത് രൂപം കൊണ്ടുള്ളത്. എന്നാൽ 1995 ആയപ്പം ഗാട്ട് പിന്നീട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO എന്നുള്ള പേരിലേക്ക് അറിയപ്പെട്ട്. ഈ WTOയിൽ മെമ്പർഷിപ്പുള്ള അല്ലെങ്കിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ പരസ്പരം ഒരു വ്യാപാരത്തിൽ പരസ്പരം ഒരു ഐക്യം ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ഇറക്കുമതി ഉണ്ടായിരിക്കും. അതിന് കുറച്ച് സവിശേഷതകൾ അല്ലെങ്കിൽ അതിന് കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം. ഇതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ ഉണ്ടായിരിക്കണം. യാതൊരു രാജ്യങ്ങളും തമ്മിൽ യാതൊരു വേർതിരിവോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫും കോട്ട പോലുള്ള അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി മേലുള്ള നികുതിയിൽ ഏറ്റക്കുറച്ചൊന്നും ഉണ്ടാകാൻ പാടില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക, അതായത് താരിഫ കോട്ട പോലുള്ള ഇറക്കുമതി കയറ്റുമതിയുടെ മേലുള്ള നികുതികളൊക്കെ നീക്കം ചെയ്യുക. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള സേവന വ്യാപാരങ്ങളെയും വ്യാപാരത്തിൽ ഉൾപ്പെടുത്തി. വ്യാപാര രംഗത്ത് താരിഫിന് പുറമെയുള്ള പ്രതിബന്ധങ്ങൾ നീക്കി താരിഫും കോട്ടയൊക്കെ നീക്കം ചെയ്ത് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പരിധിയിൽ വ്യാപാരബന്ധമായ ഭൗതിക സ്വത്താവകാശവും വ്യാപാരബന്ധ നിക്ഷേപ നടപടികളും പെടുത്തി. അപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആദ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗാട്ട് എന്നുള്ള പേരിലായിരുന്നു. 1948 രൂപം കൊണ്ട ഗാട്ടാണ് പിന്നീട് 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയിലുള്ള ഒരു വ്യാപാര ബന്ധമാണ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള യാതൊരുവിധ നികുതിയിലോ അല്ലെങ്കിൽ താരിഫ് കോട്ട പോലുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ല. 2 രാജ്യങ്ങൾ എന്നുള്ളതിന് പകരം എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ടുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ഉണ്ടായിരിക്കണം. ഇതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ: ചാർട്ട് പൂർത്തീകരിക്കുക. ദത്തങ്ങളുടെ വർഗീകരണം അഥവാ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഇവിടെ 1ാമത് കൊടുത്തിട്ടുണ്ട് പരിമാണാത്മക ദത്തം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇനി അടുത്ത ഏതാണ്? ഗുണാത്മക ദത്തം, ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഗുണാത്മക ദത്തം, അതായത് വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാവുന്ന പ്രധാനമായിട്ടും 4 രീതിയിൽ കൂടെ ശേഖരിക്കാവുന്നതാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. പറഞ്ഞ 1ാമത് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജിയോഗ്രഫിക്കൽ ആൻഡ് ക്രോണോളജിക്കൽ. ഇവിടെ നമ്മൾ 1 തന്നിട്ടുണ്ട്, 3 എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, 2 എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 1 ഇവിടെ തന്നിട്ടുണ്ട് പരിമാണാത്മകം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് തന്നിട്ടുണ്ട്. ഇനി ഗുണാത്മകവും ക്വാളിറ്റേറ്റീവ്. അടുത്ത ഏതാണ്? ക്രോണോളജിക്കലോ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലോ ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്, കാലക്രമം അനുസരിച്ച് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട്.
അനുസരിച്ചോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ദ ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളതും ജീവനില്ലാത്തതും ജൈവവും അജൈവമായിട്ടുള്ള ഘടകങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഉള്ളതിനാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുക. അവിടെ കാടുണ്ട് അല്ലേ, മൃഗങ്ങളുണ്ട്, പലതരത്തിലെ സൂക്ഷ്മ ജീവികളുണ്ട്, എല്ലാവരും കൂടി ചേർന്നതിനാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുക. അപ്പോൾ പരിസ്ഥിതിയുടെ പ്രധാനമായിട്ടുള്ള ധർമ്മങ്ങൾ അഥവാ ഫങ്ഷൻസ്. ഒന്നാമത്തെ, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. മനുഷ്യന്മാർക്കും വലിയ സകല ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്നത് ആരാണ്? പരിസ്ഥിതിയാണ്. അതിൽ പുതുക്കാവുന്ന വിഭവങ്ങളുണ്ട്, പുതുക്കാനാവാത്ത വിഭവങ്ങളുണ്ട്. രണ്ടാമത്തെ, പാഴ് വസ്തുക്കളെ ദഹിപ്പിക്കുന്നു അല്ലേ, വേണ്ടാത്ത വസ്തുക്കളൊക്കെ മണ്ണിൽ നിന്നാണ് ദഹിപ്പിച്ച് കളയുന്നവർ തന്നെയാണ് പരിസ്ഥിതിയാണ്. മൂന്നാമത്തെ, ജീവനെ നിലനിർത്തുന്നു. ജീവനെ നിലനിർത്താൻ വേണ്ടിയുള്ള വെള്ളവും വായുവും അല്ലെ എല്ലാം പ്രദാനം ചെയ്യുന്ന ആരാണ്? പരിസ്ഥിതിയാണ്. 4, സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു അല്ലെ, മനുഷ്യന് മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളും വലിയ പല കാഴ്ചകളും ആരാണ് ഒരുക്കുന്നത് അല്ലെ, പല ജീവജാലങ്ങൾക്കുള്ള പരിസ്ഥിതി എന്താണ്? നല്ല സൗന്ദര്യാനുഭൂതി ഒരുക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പല പ്രദേശങ്ങളും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ പരിസ്ഥിതി നമുക്ക് തരുന്നതാണ്. ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. ഇവിടെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന ഘട്ടങ്ങൾ, സ്റ്റെപ്സ് ഓഫ് ടുവാർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. 2 മാർക്കിന് എന്താണ് ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഒന്നുകൂടെ തന്നിട്ടുണ്ട്, പ്രശ്നം തിരിച്ചറിയാം. പ്രശ്നാവതരണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആമുഖം, ഇൻട്രൊഡക്ഷൻ എഴുതാവുന്നതാണ്. ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, രീതിശാസ്ത്രം, മെത്തഡോളജി, വിവര വിശകലനം, അനാലിസിസ് ഓഫ് ഡാറ്റ, പഠനത്തിൻ്റെ പരിമിതികൾ, ലിമിറ്റേഷൻസ് ഓഫ് ദി സ്റ്റഡി, നിഗമനങ്ങൾ, കൺക്ലൂഷന്. എക്കണോമിക്സിൻ്റെ അതായത് സ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്തിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ. ചിലപ്പം 5 മാർക്കിന് ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. ഇവിടെ 2 മാർക്കാണ് ചോദ്യം ആയതുകൊണ്ട് നമുക്ക് 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? ആമുഖം, ലക്ഷ്യങ്ങൾ, രീതിശാസ്ത്രം, നിഗമനം, പരിമിതികൾ, വിവര വിശകലനം. ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. 16 മുതൽ 20 വരെ ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. ഹരിത വിപ്ലവത്തിൻ്റെ മേന്മകൾ ചുരുക്കി ഒരുക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷന്. 5 മാർക്കിന് വരാറുള്ള ക്വസ്റ്റ്യനാണിത്, ഹരിത വിപ്ലവത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം? 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ എന്താണ് ഹരിത വിപ്ലവം, ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ 3 മാർക്കിന് ചോദ്യമായതുകൊണ്ട് ഇതിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി. എക്കണോമിക്സിൻ്റെ ഇന്ത്യൻ എക്കോണമിയുടെ 2ാമത്തെ ചാപ്റ്ററിലാണ് ഹരിത വിപ്ലവത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി. ഹരിത വിപ്ലവം വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനം വർദ്ധിച്ചത്. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വന്ന്, വളങ്ങൾ വന്ന്, അതോട് കൃഷി കൂടുതൽ ലാഭമാക്കാൻ വേണ്ടി സാധിച്ചു അല്ലേ. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വന്നതോടുകൂടി ഉൽപ്പാദനം ഗണ്യമായിട്ട് വർദ്ധിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടി. പുതിയ രീതിയിൽ ടെക്നോളജി കടന്നു വന്നതോടുകൂടി ഉൽപ്പാദനം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉൽപ്പാദിപ്പിച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയും ബാക്കി കമ്പോളത്തിലേക്ക് വിൽക്കാനും സാധിച്ചു. അതുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി. വിപണിയിൽ വിറ്റയ്ക്കും കൂടുതൽ മിച്ചം വന്നു. അതേ കർഷകർ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയും ബാക്കിയൊക്കെ വിപണിയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വിൽക്കാനും സാധിച്ചു. ഇറക്കുമതിയിലും ഭക്ഷ്യസഹായത്തിനുമുള്ള ആശ്രയത്വം കുറഞ്ഞ്. ആദ്യത്തെ കാലത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇവിടെ ഉൽപ്പാദനം വർദ്ധിച്ചതോടുകൂടി നമുക്ക് ഇറക്കുമതിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വന്നു. പോരാതെ നമുക്ക് കയറ്റുമതി കൂടി പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഭക്ഷ്യധാന്യങ്ങൾ വില കുറഞ്ഞ ദരിദ്ര ജനവിഭാഗത്തിന് അനുഗ്രഹമായി അല്ലേ. അതായത് ഭക്ഷ്യധാന്യങ്ങൾ വില കുറഞ്ഞു, കാരണം ഉൽപ്പാദനം വർദ്ധിച്ചതോടുകൂടി ഭക്ഷ്യധാന്യങ്ങൾ വില കുറയുകയും പാവപ്പെട്ട കർഷകർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വാങ്ങാൻ സാധിക്കത്തിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിച്ചു. ഭക്ഷ്യക്ഷാമം സംജാതമാകൽ എടുത്തു ഉപയോഗിക്കാൻ ധാന്യങ്ങളുടെ ഒരു കരുതൽ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ഗവൺമെൻറ് സാധിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, റേഷൻ കടകൾ വഴിയൊക്കെ അരി സാധനം വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് കർഷകരിൽ നിന്ന് ഏറ്റെടുക്കുകയും അത് കൃഷി ചെയ്യാൻ കഴിയാത്ത ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ ഏറ്റെടുക്കുകയും കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചു, ഗവൺമെൻറ് സാധിച്ചു. പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്തി. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കട വഴി അരിയും സാധനങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്ത ജനങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്ത ജനങ്ങൾക്കൊക്കെ വെറുതെ കൊടുക്കുകയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ കൊടുക്കുകയോ വില കുറച്ച് കൊടുക്കാനോ ഗവൺമെൻറ്റിന് സാധിച്ചു. അപ്പോൾ അതാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ അഥവാ മേന്മകൾ എന്ന് പറഞ്ഞാൽ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, പരീക്ഷണ സർവേ എന്നാൽ എന്ത്? പരീക്ഷണ സർവേയുടെ 2 മേന്മകൾ എഴുതുക. പൈലറ്റ് സർവേ 2 മാർക്കിനും 3 മാർക്കിനും കൂടുതലായിട്ട് കണ്ടുവരുന്ന ചോദ്യമാണ് പൈലറ്റ് സർവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി കഴിഞ്ഞാൽ അതൊരു പരീക്ഷണ രീതിയിൽ ഒരാളെ
ഒരു ഇൻ്റർവ്യൂവിന് വിധേയമാക്കണം. നമ്മൾ ക്വസ്റ്റനെയർ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സുഹൃത്തിനെയോ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെടുത്ത് എന്നാണ് നമ്മൾ അയാളൊന്ന് ഇൻ്റർവ്യൂവിന് വിധേയമാക്കുകയാണ്. അതിനെ നമ്മൾ പൈലറ്റ് സർവേ അല്ലെങ്കിൽ പരീക്ഷണ സർവേ എന്നറിയപ്പെടുന്നത്. അതിനെ മേന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്താണ് തിരുത്താൻ വേണ്ടി സാധിക്കും. ചോദ്യങ്ങൾ നല്ല ക്രമബദ്ധമായ രീതിയിൽ നമുക്ക് എന്താണ് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. കൂടുതലും എന്താണ് ഒരു ക്വസ്റ്റ്യന് ഒരു നിശ്ചിത പരിധി നിശ്ചയിക്കാം. അല്ല വളരെ കൂടാനും പാടില്ല, അല്ലെങ്കിൽ കുറയാൻ പറ്റാത്ത രീതിയിൽ എന്നാൽ ഒരു നിശ്ചിത പരിധി നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെന്താണ് പുതിയ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങളുണ്ട്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ലഘു ബാർ ഡയഗ്രാം തയ്യാറാക്കുക. ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം തയ്യാറാക്കാനാണ് പറഞ്ഞുള്ളത്. സിമ്പിൾ ബാർ ഡയഗ്രാം തയ്യാറാക്കാൻ വേണ്ടി എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ സ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ബാർ ഡയഗ്രാംസ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യം പഠിക്കുന്നതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സും വൈ ആക്സും രേഖപ്പെടുത്തി. എക്സ് ആക്സിൽ നമ്മൾ ഗതാഗത മാർഗ്ഗം ഇതാണ് രേഖപ്പെടുത്തുന്നത്. നടത്തം, സൈക്ലിംഗ്, കാറ്, ബസ്, തീവണ്ടിയാണ് നമ്മൾ എക്സ് ആക്സിൽ രേഖപ്പെടുത്തുക. ഇനി ആവർത്തി ഇവിടെ രേഖപ്പെടുത്തുക, വൈ ആക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ തന്നെ 40. അപ്പോൾ 40 കിട്ടുന്ന രീതിയിൽ നമ്മൾ മുകളിലേക്ക് എടുക്കാം. നമുക്ക് 5, 10, 15, 20, 30 അങ്ങനെ രീതിയിൽ 5ൻ്റെ രീതിയിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 10 മുതൽ എടുക്കാവുന്നതാണ്. 10, 20, 30 അങ്ങനെ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഞാനിവിടെ 10 എടുക്കുന്നത്. 10, 20, 30, 40 രീതിയിലെടുത്തു. ആദ്യത്തെ 30ലേക്ക് വരയ്ക്കുക. ഏതാണ് അർത്ഥം അല്ലേ, വരച്ചു. ഇനി ഒരു നിശ്ചിത ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ നടത്തം ഒന്നാമത്താണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി അടുത്ത ഒരു നിശ്ചിത ഗ്യാപ്പ് കൊടുത്ത് രണ്ടാമത്തെ വരയ്ക്കുക. ഏതാണ് സൈക്ലിംഗ് 15. സൈക്ലിംഗ് 15 ഒരു നിശ്ചിത അകലം കൊടുക്കുക. അടുത്തതോ കാറ് 40. ഇനി ഒരു നിശ്ചിത അകലം കൊടുത്തിട്ട് ഇവിടെ കൊടുത്ത് അതേ അകലം കൊടുത്ത് ഇവിടെയും കൊടുക്കുക അല്ലേ, 40 ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇതിനാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, 2017-18 വർഷത്തിൽ ഇന്ത്യയുടെ തൊഴിലാളി ജനസംഖ്യ അനുപാതമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വിശകലനം ചെയ്യുക. അപ്പോൾ നമ്മളിതിനെ ബേസ് ചെയ്തിട്ട് അല്ല അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങളും നഗരങ്ങളും ജീവിക്കുന്ന ആളുകളുടെ കണക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാമങ്ങൾ എത്ര, നഗരങ്ങൾ എത്ര, സ്ത്രീ എത്ര, പുരുഷൻ എത്ര. അല്ല ഗ്രാമങ്ങൾ സ്ത്രീ എത്ര, ഗ്രാമങ്ങളിൽ പുരുഷൻ എത്ര, നഗരങ്ങൾ സ്ത്രീ എത്ര, നഗരങ്ങളിൽ പുരുഷൻ എത്ര. അപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അല്ലേ. അതായത് തൊഴിലാളി ജനസംഖ്യ അനുപാതം ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഗ്രാമങ്ങളിലാണ് അല്ല, നഗരങ്ങൾ കുറവാണ്. എന്നാൽ സ്ത്രീകൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെ, ഗ്രാമങ്ങൾ തന്നെ, നഗരങ്ങളിൽ സ്ത്രീകളും കുറവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഒരു അരപ്പേജോളം നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതുക. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, കേവല സഞ്ചിത വില സൂചിക കണക്കാക്കുക. സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഇവിടെ അടിസ്ഥാന വർഷത്തെ വിലയെ നമ്മൾ P0 എന്നും നടപ്പ് വർഷത്തെ വിലയെ നമ്മളത് നിലവിലെ വർഷത്തെ വിലയെ നമ്മൾ P1 എന്ന് കൊടുക്കും. അതിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് P01 = സിഗ്മ P1 ബൈ സിഗ്മ P0 × 100 എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, P0ൻ്റെ ടോട്ടൽ കാണുക. P0ൻ്റെ ടോട്ടലാണ് സിഗ്മ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല 100ഉം 190. ഇവിടെ നിലവിലെ വർഷത്തെ വില അഥവാ P1ൻ്റെ ടോട്ടൽ കാണാം. എത്രയാണ് തന്നിരിക്കുന്നത്? സിഗ്മ P1 292. അതായത് നമുക്ക് എന്ത് കിട്ടി? സിഗ്മ P1 292 ബൈ സിഗ്മ P0 എത്രയാണ്? 190 × 100. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ്? ഇതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. 292 ബൈ 190 × 100 എത്രയാണ് കിട്ടുക നമുക്ക്? 153.68. അതായത് P01 = 153.68 എന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. 21 മുതൽ താഴെ കൊടുത്തിരിക്കുന്നവ ചുരുക്കി എഴുതുക. മഹത്തായ കുതിച്ചുചാട്ടം, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, തൊഴിലാളി സാംസ്കാരിക വിപ്ലവം, ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ. ഇന്ന് നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ 10ാമത്തെ ചാപ്റ്ററിൽ വികസനാനുഭവങ്ങൾ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ അല്ലെ ഈ 3 രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് എഴുതാനുള്ളതാണ്. ഇവിടെ ചൈനൻ്റെ ആണ് മഹത്തായ കുതിച്ചാട്ടം അഥവാ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 1958 ചൈന ഒരു കുതിച്ചാട്ടം തന്നെ നടത്തുകയുണ്ടായി. അവർ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി. ഗ്രാമപ്രദേശങ്ങളിലെ കാർഷിക സ്ഥിതി നിന്നും വ്യവസായിക അവസ്ഥയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യമിട്ടായിരുന്നു മാവോ സേതുങ്ങിൻ്റെ പ്രചാരണം. 1958 ചൈന ജനകീയ റിപ്പബ്ലിക് ആയതിനു ശേഷം മാവോ സേതുങ് അധികാരത്തിൽ വരികയും ആ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്തു. അത് ആ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യണമെന്നായി അല്ലേ. എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്ന്. അതായത് ഗവൺമെൻറ് ഏത് വിളവാണ് കൃഷി ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ രീതിയായിരിക്കണം അല്ലെങ്കിൽ ആ വിളവായിരിക്കണം കർഷകർ കൃഷി ചെയ്യേണ്ടത്. അതായത് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ ഇവരെല്ലാം ഗ്രാമീണ മേഖലയിൽ പോയി ജോലി ചെയ്യണം.
സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ആദ്യത്തെ 3 ദശകകാലത്ത് ചൈനയുടെ സാമ്പത്തിക വളർച്ച വളരെ മന്ദഗതിയിലായിരുന്നു. 1958-61 ക്ഷാമകാലത്ത് ഏതാണ്ട് 2.5 കോടി ആളുകൾ മരിച്ചതാണ് കണക്കാക്കപ്പെടുന്നത്. 1958 മാവോ സേതുങ് അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് അവർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാന ഇതായിരുന്നു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷന്, അതായത് തൊഴിലാളി സാംസ്കാരിക വിപ്ലവം. അത് തന്നെയാണ് മഹത്തായ കുതിച്ചാട്ടം അഥവാ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നുള്ളതിലൊക്കെ അറിയപ്പെടുന്നത്. 1966 മുതൽ 76 വരെയുള്ള കാലഘട്ടം ചൈന ചരിത്രത്തിൽ മഹത്തായ പ്രൊലറ്റേറിയൻ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കാലഘട്ടമായാണ് അറിയപ്പെടുന്നത്. ആ സമയത്താണ് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എല്ലാവരും പോയിട്ട് ഇവിടെ പോയി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിൽ പോയി കൃഷി ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചൈന നടപ്പിലാക്കിയിട്ടുള്ള ഇതാണ് 1958 ചൈന ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമപ്രദേശത്തിലെ കാർഷിക സ്ഥിതിയിൽ നിന്നും വ്യവസായ അവസ്ഥയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യമിട്ടായിരുന്നു മാവോ സേതുങ് തുടങ്ങിയതിൻ്റെ പ്രചാരണം. അപ്പം ഒന്നാമത്തെ മഹത്തായ കുതിച്ചാട്ടം എന്നുകൊണ്ട് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് 1958 നടപ്പിലാക്കിയത്. എന്നാൽ തൊഴിലാളി സാംസ്കാരിക വിപ്ലവം നടപ്പിലാക്കിയപ്പോഴാണ് ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ 1966 മുതൽ 76 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അപ്പം 10ാമത്തെ ചാപ്റ്ററിൽ അതിന് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം 1958 നടപ്പിലാക്കിയ മഹത്തായ കുതിച്ചാട്ടം കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്കുള്ള ഒരു കൈപ്പിടിച്ചുയർത്തുക എന്ന രീതി കൊണ്ടുവന്നാണ്. എന്നാൽ തൊഴിലാളി സാംസ്കാരിക വിപ്ലവം 1966 മുതൽ 76 കാലഘട്ടങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സമയത്താണ് എന്താണ് എല്ലാവരും പോയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോയി കൃഷി ചെയ്യണമെന്ന രീതിക്ക് വന്നത്. എന്നാൽ ഈ തൊഴിലാളി സാംസ്കാരിക വിപ്ലവം അവസാനം പരാജയമാണ് ഉണ്ടായത്. കാരണം 1958-61 കാലഘട്ടം ആയപ്പോൾ ഏകദേശം എന്താണ് ഒരുപാട് ആളുകൾ ഏതാണ്ട് 2.5 കോടി ആളുകൾ മരിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 10ാമത്തെ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് എസ്എ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും 2 രാജ്യങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വികസനത്തെ താരതമ്യം ചെയ്തുകൊണ്ട് എഴുതാനായിരിക്കും പറയാം. ഒന്ന് ഇന്ത്യ ചൈനയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനോ തമ്മിൽ താരതമ്യം ചെയ്തിട്ടായിരിക്കും എഴുതാൻ വേണ്ടി പറയാം. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. 22 കോളം എയും കോളം ബിയുമായി ശരിയായി യോജിപ്പിക്കുക. സ്പിയർമാൻ സഹബന്ധമില്ല, നോ കോറിലേഷൻ. പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. കാൾ പിയേഴ്സൺ R=0, കോഫിഷ്യൻ ഓഫ് കോറിലേഷൻ സഹബന്ധ ഗുണാങ്കം, റാങ്ക് കോറിലേഷൻ R=1. ഇതിലേതാണ് സ്പിയർമാൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പിയർമാൻ്റെ ഏതാണ് റാങ്ക് കോറിലേഷനാണ് സ്പിയർമാൻ്റെ അറിയപ്പെടുന്നത്. റാങ്ക് കോറിലേഷൻ. സഹബന്ധമില്ല R=0. മൂന്നാമത്തേതാണ് പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഏതാണ് R=1. കാൾ പിയേഴ്സൺ റാങ്ക് കോറിലേഷൻ അഥവാ കാൾ പിയേഴ്സൺ ഏതാണ് സഹബന്ധ ഗുണാങ്കം, കോഫിഷ്യന്റ് ഓഫ് കോറിലേഷന്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമ്മളെന്താണ് 4 ചെയ്തിട്ടുണ്ട്. സ്പിയർമാൻ്റേതായിരുന്നു റാങ്ക് കോറിലേഷന്, സഹബന്ധമില്ലാത്തത് നോ കോറിലേഷൻ ഏതാണ് R=0. പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം അഥവാ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ R=1. കാൾ പിയേഴ്സൻ്റെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ സഹബന്ധ ഗുണാങ്കം. 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന മാനസിക മൂലധനത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഡിസ്കസ് ദ ഫോളോവിങ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം, ആരോഗ്യത്തിൽ നിക്ഷേപം. അപ്പം പ്രധാനമായിട്ടും എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യമൂല സ്വരൂപീകരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ മനുഷ്യമൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ. പ്രധാനമായിട്ടും 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസമുണ്ട്, എഡ്യൂക്കേഷൻ, ആരോഗ്യം ഹെൽത്ത്, ജോലിക്കിടയിൽ പരിശീലനം ജോബ് ട്രെയിനിങ്, 4ാമത്തെ കുടിയേറ്റം മൈഗ്രേഷൻ, 5 ഇൻഫർമേഷൻ IT അല്ലേ. 5ാമത്തെ ചാപ്റ്ററാണ് മനുഷ്യമൂലധനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇവിടെ പ്രധാനമായിട്ടുള്ളത് നമ്മൾ വിദ്യാഭ്യാസത്തിലുള്ള നിക്ഷേപവും ആരോഗ്യത്തിൽ നിക്ഷേപവും. അപ്പോൾ ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ ആളുകൾക്കും എന്താണ് എല്ലാ കുട്ടികളും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വിദ്യാസമ്പന്നമായ ഒരു ജനതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയുന്ന ആർക്കറിയാം, ഗവൺമെൻറ് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്താണ് വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഗുണമേന്മ വർദ്ധിപ്പിക്കുകയാണ്, ഉൽപ്പാദനക്ഷമത കൂട്ടുമ്പോൾ തന്നെ വരുമാനവും കൂട്ടും, സാമൂഹികമായിട്ടുള്ള പദവി ഉയർത്തും, ലോകത്തെ മനസ്സിലാക്കാനുള്ള ശേഷി കൂടും, പുതിയ കണ്ടുപിടുത്തങ്ങളും പുതുമകൾക്ക് പ്രേരകമാകും, രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഒരുപാട് സഹായിക്കും. ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ല പല രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതായത് ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്കും UP സ്കൂൾക്കും ഹയർ സെക്കൻഡറികൾക്കും അതിൻ്റെതായ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ. കോളേജുകൾ ഒക്കെ UGCൻ്റെ കീഴിലും അതിൻ്റെ താഴെയുള്ളത് സാക്ഷരതാ മിഷനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരുപാട് പദ്ധതികൾ ഇവിടെ ഉണ്ട് നമ്മുടെ രാജ്യത്തുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് നല്ല ജനങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ രാജ്യത്തിന് അല്ലെങ്കിൽ ജനങ്ങൾ നല്ല വരുമാനം ഉണ്ടാകുകയും അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കാരണമാവുകയും ചെയ്യുള്ളൂ. ആരോഗ്യമുള്ള ആൾക്ക് മാത്രമേ നല്ല രീതിയിൽ പണിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മനുഷ്യമൂലത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമാണ്.
അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനായി പണം ഒരുപാട് ചിലവഴിക്കുന്നുണ്ട്. പ്രതിരോധ ഔഷധങ്ങൾ, കുത്തിവയ്പ്പിന് വേണ്ടി, രോഗനിവാരണ ഔഷധം, ചികിത്സയ്ക്ക് വേണ്ടി, സോഷ്യൽ മെഡിസിൻ, ആരോഗ്യ സാക്ഷരതാ പ്രചാരണം, ശുദ്ധജല വിതരണം, ശുചീകരണ സൗകര്യ നിർമ്മാണം, ഇതൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൂടുതലായിട്ട് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവുകയും ജനങ്ങൾ നല്ല രീതിയിൽ വികസനം ഉണ്ടാവുകയും നല്ല ആരോഗ്യത്തോടുകൂടി എല്ലാം പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും കാരണമാകും. 24ാമത്തെ ക്വസ്റ്റ്യൻ, കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ ഘടനയുടെ പ്രധാന സവിശേഷതകൾ എടുത്തു കാണിക്കുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് വരികയാണ് ജനസംഖ്യാസ്ഥിതി, ഡെമോഗ്രഫിക് കണ്ടീഷൻ. ഇന്ത്യയിൽ 1981 ആദ്യമായിട്ട് ജനസംഖ്യാപരമായിട്ടുള്ള കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയിട്ടുള്ളത്. അത് 3 ഘട്ടമായിട്ടാണ് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ആദ്യഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം എന്നിങ്ങനെ തരംതിരിക്കാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ കാർഷിക സമ്പദ്വ്യവസ്ഥ അവികസിത രാജ്യമായിരിക്കും. ഈ ഘട്ടത്തിൽ ജനനിരക്കും മരണനിരക്കും വളരെ ഉയർന്നതായിരിക്കും. 2ാം ഘട്ടത്തിൽ വികസ്വര സമ്പദ് വ്യവസ്ഥയിലായിരിക്കും ഈ ഘട്ടം സംഭവിക്കുന്നത്. മരണനിരക്ക് കുറയുന്നു, എന്നാൽ ജനനിരക്ക് തുടർച്ചയായിട്ട് കൂടുന്നു. അവിടെ വിദ്യാഭ്യാസം വളരെ പിന്നോക്കാവസ്ഥയിലായിരിക്കും. എന്നാൽ 3ാം ഘട്ടം എന്ന് പറഞ്ഞാൽ വികസിത സമ്പദ് വ്യവസ്ഥയിലാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ജനനിരക്കും മരണനിരക്കും വളരെ കുറവായിരിക്കും. 1881 ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനസംഖ്യ കണക്കെടുപ്പ് നടന്നിട്ടുള്ളത്. അതുവരെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്താനോ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനോ ആരും തയ്യാറാവുമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഒരിക്കലും തയ്യാറാവുമായിരുന്നില്ല. 1881 കാലഘട്ടത്തിൽ 1921 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യ 1ാം ഘട്ടത്തിലായിരുന്നു. 1921 ശേഷമാണ് നമ്മൾ 1ാം ഘട്ടത്തിൽ നിന്ന് കയറി 2ാം ഘട്ടത്തിലേക്ക് വരുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പം 3ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ ജനസംഖ്യാപരമായിട്ടുള്ള സൂചകങ്ങൾ, സാക്ഷരത ശതമാനം വളരെ കുറവായിരുന്നു. ബ്രിട്ടീഷ് കാലത്ത് 16% മാത്രമായിരുന്നു ഇന്ത്യയിലെ സാക്ഷരത. ഇപ്പോൾ ഏകദേശം 74% എത്തിയിട്ടുണ്ട്. പെൺ സാക്ഷരത അന്നത്തെ കാലത്ത് 7% ഉള്ളായിരുന്നു. ഇപ്പം ഏകദേശം 65% ആയിട്ടുണ്ട്. പൊതുജനാരോഗ്യം അന്ന് വളരെ കുറവായിരുന്നു. അല്ല, ആരോഗ്യമേഖല വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. പൊതുജനാരോഗ്യ സംവിധാന അഭാവം മൂലം രോഗബാധ വ്യാപകമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരുപാട് വിവിധ തരത്തിലുള്ള രോഗങ്ങളും അല്ലെ പട്ടിണി ദാരിദ്ര്യമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മരണനിരക്ക് വളരെ ഉയർന്നിരുന്നു. അന്ന് ഹോസ്പിറ്റൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു. ശിശു മരണനിരക്ക് ഭീതിജനകമായിരുന്നു. അന്ന് 1000 കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അതിൽ 218 കുട്ടികളും മരിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് എന്താണ് ഏകദേശം 33 ഉള്ളൂ. ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 44 വയസ്സായിരുന്നു ആയുർദൈർഘ്യം. എന്നാൽ ഇന്ന് 69-70 വയസ്സൊക്കെ നമുക്ക് ആയുർദൈർഘ്യമായിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പം കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ ഘടന പ്രധാന സവിശേഷതകളാണ് നമ്മൾ ഈ പറഞ്ഞുള്ളത്. അപ്പം ആദ്യം 3 സ്റ്റേജ് പറഞ്ഞ്, ഒന്നാമത്തെ സ്റ്റേജിൽ ഉയർന്ന ജനനിരക്കും ഉയർന്ന മരണനിരക്കായിരുന്നു. 2ാമത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണനിരക്ക് കുറവാണ്, എന്നാൽ ജനനിരക്ക് ആ സമയത്ത് കൂടുതലാണ്. എന്നാൽ 3ാം ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ജനനിരക്കും മരണനിരക്കും കുറയാണ്. കാരണം എന്താണ്? ആളുകൾ വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ ബോധവാന്മാരായി തുടങ്ങി. 25ാമത്തെ ക്വസ്റ്റ്യൻ, സെൻസസ് സർവേയും സാമ്പിൾ സർവേയും വേർതിരിച്ച് എഴുതുക. ദേശീയതലത്തിൽ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന ഏതെങ്കിലും 2 ഏജൻസികളുടെ പേര് നൽകുക. അതായത് സെൻസസ് ശേഖരിക്കുന്ന ഏതെങ്കിലും 2 സ്ഥാപനങ്ങളുടെ പേര് ഇതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ആണ്. മുഴുവനായിട്ടുള്ള സർവേ നടത്തുകയാണ്. അല്ല, എല്ലാവരെയും തുല്യമായി പരിഗണിച്ചുകൊണ്ട് സർവേ നടത്തുകയാണെങ്കിൽ സെൻസസ് സർവേ എന്ന് പറയാം. എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാലോ കുറച്ച് ആളുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് സർവേ നടത്താവുന്നതാണ്. ഏത് സമയത്ത് നമുക്ക് നടത്താൻ പറ്റിയ സർവേയാണ് സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്ലാസ്സിലാണ് സർവേ നടത്തുന്നതെങ്കിൽ എല്ലാ കുട്ടികളും പരിഗണിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കുട്ടികളും പരിഗണിക്കുകയാണെങ്കിൽ അത് സെൻസസ് സർവേ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇത് സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികളെ മാത്രം പരിഗണിച്ചുകൊണ്ട് സർവേ നടത്താണ്. അപ്പോൾ സെൻസസ് സർവേ സാമ്പിൾ സർവേ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി. സെൻസസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുന്നോറും നടപ്പിലാക്കുകയാണ്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് സർവേ നടത്താണ്. അപ്പോൾ മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ജനങ്ങളുടെ തൊഴിൽ, ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, ജനങ്ങളുടെ ഏജ്, വീട്ടിലെ ജനങ്ങളുടെ എണ്ണം, അല്ലേ, ജനങ്ങളുടെ വരുമാനം, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ സാമ്പിൾ സർവേയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം ശേഖരിക്കും. ഏത് സമയത്ത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. എന്നാൽ എന്താണ് വളരെ ചിലവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇനി ദേശീയ തലത്തിൽ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന രീതിയിൽ 2 ഏജൻസികളാണ് പറഞ്ഞത്. അല്ലേ, ഇന്ത്യയിലെ ഒരുപാട് ഏജൻസികൾ ഇതിനു വേണ്ടി സർവേ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഇന്ത്യയിലെ NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, പിന്നെ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, RGI, DGCIS, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ സെൻസസിന് സർവേ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഏതൊക്കെയാണ്? NSSO, CSO, RGI, DGCIS, അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്ക്വയർ വീതം. ഇവിടെ ഹിസ്റ്റോഗ്രാമിൻ്റെ സഹായത്തോടെ ഒരു ഫ്രീക്വൻസി പോളിഗണാണ് നിർമ്മിക്കാനാണ് പഠിച്ചുള്ളത്. അപ്പോൾ നമ്മളൊരു ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഹിസ്റ്റോഗ്രാം നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. ഹിസ്റ്റോഗ്രാമിൻ്റെ സഹായത്തോടെയാണ് വരയ്ക്കേണ്ടത്. ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യം ക്ലാസ് ഇവിടെ തന്നെ രേഖപ്പെടുത്തുക. ഇവിടെ താഴെയാണ് X ആക്സിലാണ്. അപ്പോൾ Y ആക്സിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് രേഖപ്പെടുത്തുക, ആവർത്തി രേഖപ്പെടുത്തും. അപ്പോൾ 0 മുതൽ നമ്മൾ എത്ര വരെ? 60 വരെ എഴുതണം, അല്ലേ? 10, 20, 30, 40, 50, 60 ഇങ്ങനെ രേഖപ്പെടുത്തും. വൈയിലേക്ക് ഫ്രീക്വൻസി ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏതാ നോക്കുക. എത്രയാണ്? 26. അപ്പോൾ 26 കിട്ടുന്ന രീതിയിൽ നമുക്ക് അടയാളപ്പെടുത്തും. 5, 10, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാവുന്നതാണ്. 15, 20, 25,
30. ഞാനങ്ങനെ 30 രേഖപ്പെടുത്തി. അപ്പോൾ നമ്മളെന്താണ് ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കണം അല്ലേ. ഹിസ്റ്റോഗ്രാം വരച്ച് നോക്കാം. ഹിസ്റ്റോഗ്രാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ എന്താണ് 0 to 10 എത്രയാണ് 10. രണ്ടാമത്തതോ 10 to 20 18 അല്ലേ. 10 നിന്ന് 20ലേക്ക് വരച്ചു. ഇനി 20 to 30 എത്രയാണ് 22. 30 to 40 എത്രയാണ് 26. 40 to 50 എത്രയാണ് 20. 50 to 60 18. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോഗ്രാം വരച്ചു. ഇനി ഫ്രീക്വൻസി പോളികളാണ് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫ്രീക്വൻസി പോളികൾ വരയ്ക്കുമ്പോൾ നമ്മളെന്താണ് ഇതിനൊക്കെ കറക്റ്റ് സെൻറ്ററാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ ബാറിനെയും കറക്റ്റ് സെൻറ്റർ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ 0 to 10 അപ്പോൾ 5ൻ്റെ നേരെ ആയിരിക്കും വരിക. ഇവിടെ 10 to 20 ആകുമ്പോൾ ഇവിടെ കറക്റ്റ് സെൻറ്റർ രേഖപ്പെടുത്തുക. ഓരോന്നിൻ്റെ കറക്റ്റ് സെൻറ്റർ രേഖപ്പെടുത്തുക അല്ലേ. ഇത് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുക അല്ലേ. ആദ്യം നമ്മൾ 0 നിന്ന് 5ലേക്ക് ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് പിന്നെ ഇവിടുത്തെ സെൻറ്ററിലേക്ക് അങ്ങനെ ഓരോ സെൻറ്ററിലും സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുക. ഈ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനാണ് നമ്മൾ ഫ്രീക്വൻസി പോളികൾ എന്ന് പറയാം. ഇനി കൈകൊണ്ട് സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഫ്രീക്വൻസി കർവ് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എത്ര മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 27ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാഥമിക ദത്തങ്ങൾ ദ്വിതീയ ദത്തങ്ങൾ എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും ദത്തങ്ങളുടെ ശേഖരണ രീതി ലിസ്റ്റ് ചെയ്യുക അല്ലേ. പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. എന്താ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ നേരിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തം എന്ന് പറയും. ഡാറ്റ ശേഖരണം കൂടുതൽ ചിലവ് വരുന്നതും സമയമെടുക്കുന്നതും ഒരുപാട് സമയമെടുക്കും അല്ലെ, ഒരുപാട് ചിലവ് വരും പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്നത്. നമ്മൾ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് നമ്മൾ പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ സെൻസസ് നടത്തുന്നത് പ്രൈമറി ഡാറ്റ ആയിട്ടാണ്. നമ്മൾ ഓരോ വീടുകളിലേക്കും പോയിട്ട് നമ്മൾ അന്വേഷണം നടത്തുകയും വിവരങ്ങൾ നേരിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അന്വേഷകൻ നേരിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തം എന്ന് പറയും. ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ചിലവെടുക്കും. എന്നാൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കൽ ശേഖരിച്ച് വെച്ച വിവരങ്ങൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നത് അല്ലേ, സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ സെക്കൻഡറി ഡാറ്റകളാണ്. അപ്പം ഇത് ഏത് സമയത്ത് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും, വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമില്ല, കൂടുതൽ ചിലവിൻ്റെ ആവശ്യമില്ല. ഏത് സമയത്ത് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ ശേഖരിച്ച് വെച്ച വിവരങ്ങൾ നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ അഥവാ ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയാം. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇല്ല മൗലികമായിട്ട് നമ്മൾ നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നതിനെ നമ്മൾ പ്രൈമറി ഡാറ്റ എന്നും, സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ശേഖരിച്ച് വെച്ച വിവരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. അപ്പോൾ പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിൽ കൂടെ ശേഖരിക്കാവുന്നതാണ് അല്ലേ. വ്യക്തികളുമായിട്ട് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. തപാൽ മുഖേന പോസ്റ്റ് ഓഫീസ് വഴി അല്ലേ ക്വസ്റ്റനെയർ തയ്യാറാക്കി നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. ടെലിഫോൺ വഴി ഒരാൾ ഫോൺ വിളിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. ഇതൊക്കെ സെക്കൻഡറി ഡാറ്റകൾക്ക് ഉദാഹരണമാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോൾ 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ ആദ്യം പ്രൈമറി ഡാറ്റ എന്താണെന്ന് എഴുതണം, സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് ഇത് നല്ല രീതിയിൽ വിശദീകരിക്കണം. ഇതിൽ പ്രൈമറി ഡാറ്റ ഏതൊക്കെ തരത്തിലുണ്ട്, സെക്കൻഡറി ഡാറ്റ ഏതൊക്കെ തരത്തിലുണ്ടെന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, സുസ്ഥിര വികസന തന്ത്രങ്ങളെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ, സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വികസനം ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കം ചിന്തിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ വികസനം എല്ലാവർക്കും ആവശ്യമാണ്. എന്നാലും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും വികസനത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതിയെ വളരെ ദോഷമായിട്ട് ബാധിക്കാറുണ്ട്. അവർ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് അളവൊക്കെ പരിസ്ഥിതിയെ വളരെ ദോഷമായിട്ട് ബാധിക്കുകയും ഒരുപാട് ആളുകൾക്ക് പല രീതിയിൽ അസുഖങ്ങൾ ഉണ്ടാകുകയും ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുകയും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വർഷം ഓരോ രാജ്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പരിസ്ഥിതി നാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ തീരുമാനിക്കുകയാണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം ഉണ്ടാക്കണം. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഓരോ രാജ്യത്തിന് വികസനം നിർബന്ധമാണ്, എന്നാൽ അത് പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള ഒരു വികസനമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ജനസംഖ്യയെ പരിമിതപ്പെടുത്തണം അല്ലേ. അമിതമായിട്ട് വളരുന്ന ജനസംഖ്യയെ ക്രമീകരിക്കുക. നിവേശങ്ങൾ തീർത്തും വലിയ അസംസ്കൃത വസ്തുക്കൾ തീർത്തും ഫലപ്രദമാകുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുക. പുതുക്കാവുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റും പുതുക്കാവുന്ന രീതിയിലുള്ളത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നും മറ്റും കൊണ്ടുവരുന്ന കവറുകൾ അല്ലെങ്കിൽ മിഠായി കവറുകളൊക്കെ പരിസ്ഥിതിക്ക് വളരെ ദോഷമായിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ ഇവ പുറത്തു വിടുകയും നമ്മൾ ഉപയോഗം കഴിഞ്ഞ് പുറത്ത് കളയുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് പരിസ്ഥിതിയിൽ ഭൂമിയിൽ കാലകാലം അവിടെ നിലനിൽക്കുകയും പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പുതുക്കാനാവാത്ത വിഭവങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക, അത് ഒരു നിശ്ചിത പരിധി നിശ്ചയിക്കണം. മലിനീകരണം മൂലം കാര്യക്ഷമത ഉണ്ടാകുന്ന ഹാനി നികത്തുക. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ സുസ്ഥിര വികസനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ. പിന്നെന്ന് പറഞ്ഞാൽ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇന്നത്തെ കാലത്ത് വൈദ്യുതി നമുക്ക് ഒഴിവാക്കാനാവാത്തൊരു ഘടകമാണ്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ കൽക്കരി അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനം കുറച്ചുകൊണ്ട് നമ്മൾ അണക്കെട്ടുകളിൽ നിന്ന്, കാറ്റിൽ നിന്ന്, സൂര്യനിൽ നിന്നൊക്കെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാമങ്ങളിൽ LPG ഗ്യാസിനും നഗരങ്ങളിൽ CNG ഗ്യാസിനും അല്ലെങ്കിൽ ഗോബർ ഗ്യാസിനും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിന് പ്രാധാന്യം കൊടുക്കണം, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തിന് പ്രാധാന്യം കൊടുക്കണം, മിനി ജലവിദ്യുത പദ്ധതികൾ പ്രാധാന്യം കൊടുക്കണം, ജൈവ കൃഷിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക, പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലേക്ക് ഇത് കൂടുതലായിട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം 5 മാർക്കിന് ചോദ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. 29ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോളവൽക്കരണത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. ആഗോളവൽക്കരണ പ്രക്രിയയുടെ പ്രധാന ഫലങ്ങൾ പുറംപണി കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് ചർച്ച ചെയ്യുക. എന്താണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകരാജ്യങ്ങളുടെ ഏകീകരണത്തെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പല വസ്തുക്കളും വിദേശ രാജ്യങ്ങളുടെ വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് 5 മാർക്കിനൊക്കെ കൂടുതലായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജോസഫ് സ്റ്റിഗ്ലിസ് എന്ന നോബൽ പ്രൈസ് ജേതാവാണ് ആഗോളവൽക്കരണത്തെക്കുറിച്ച് ആദ്യമായിട്ട് നിർവചനം കൊടുത്തത്. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ ഏകീകരണത്തെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടാക്കുക. സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ഒരു രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകണം അതായത് വിദേശ രാജ്യങ്ങൾ സ്വദേശത്തേക്കും വിദേശത്തേക്കും സാധന സേവനങ്ങളും ജനങ്ങളുടെ ഒഴുക്കാണ് ഉണ്ടായിരിക്കേണ്ടത്. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ കുറയുന്നില്ല, കമ്പോള വികസനം ഉണ്ടാവും കയറ്റുമതിയും ഇറക്കുമതിയും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം. എന്നാൽ അമർത്യാസം പറഞ്ഞത് ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞത്. അപ്പം എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഏകീകരണമാണ്. കയറ്റുമതി ഉണ്ടായിരിക്കും, ഇറക്കുമതി ഉണ്ടായിരിക്കും, യാതൊരുവിധ നിയന്ത്രണം ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണ് ഔട്ട്സോഴ്സിങ് അഥവാ പുറം പണി കരാർ. പുറമേ ഉള്ളതിന് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് വിദേശത്തുള്ള സാധനങ്ങൾ നമ്മൾ സ്വീകരിക്കുക, പുറമേ ഉള്ളതിന് നമ്മൾ സ്വീകരിക്കുക, അപ്പോൾ ഇറക്കുമതി ചെയ്യാം. വികസിത രാജ്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള പലതരം സേവനങ്ങൾക്കും ഇന്ത്യയിലുള്ള വികസിത രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള ഉൽപ്പാദനത്തിന് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ വികസിത രാജ്യങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ വിലക്ക് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വികസിത രാജ്യങ്ങൾ കൂടുതലായിട്ട് ആശ്രയിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് IT മേഖലയിൽ സോഫ്റ്റ്വെയറുകൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ. അതുവഴി നമ്മുടെ രാജ്യത്തിന് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് എല്ലാം സോഫ്റ്റ്വെയർ ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യുകയും പുറമേ ഉള്ളതിന് നമ്മൾ നല്ല രീതിയിൽ ഇറക്കുമതി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും കാരണമാകും. അപ്പം പുറം കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതിനെ സ്വീകരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ കയറ്റുമതി ഉണ്ടായിരിക്കും, ഇറക്കുമതി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, ജനങ്ങൾ പുറത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം വിദേശ രാജ്യങ്ങൾ ആസ്തികൾ വാങ്ങിക്കൂട്ടുണ്ട്. വിദേശികൾക്ക് നമ്മളെ രാജ്യത്തുള്ള ആസ്തികൾ വാങ്ങാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് വിദേശ ബാങ്കുകൾ പോയി നിക്ഷേപം നടത്താം, വിദേശികൾക്ക് നമ്മുടെ രാജ്യത്തുള്ള ബാങ്കുകളിൽ നിക്ഷേപം നടത്താം. ഇതൊക്കെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഉൾച്ചേർക്കൽ രീതിയും അഥവാ ഇൻക്ലൂസീവ് മെത്തേഡ്, ഒഴിവാക്കൽ രീതിയും അഥവാ എക്സ്ക്ലൂസീവ് മെത്തേഡ് തമ്മിൽ താരതമ്യം ചെയ്യുക. ഇൻക്ലൂസീവ് മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഓരോ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും അതാത് ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയാം. എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാലോ ഓരോ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തൊട്ടടുത്ത ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പം ഇൻക്ലൂസീവ് ക്ലാസ്സിൻ്റെ എക്സാമ്പിൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് 5 to 9, 10 to 14, 15 to 19 എന്നിങ്ങനെ ഇതാവുന്നതാണ്. ഇതൊരു ഇൻക്ലൂസീവ് ക്ലാസ് ആണ്. എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 to 5, 5 to 10, 10 to 15. അതായത് ഓരോ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യ തൊട്ടടുത്ത ക്ലാസ്സിൽ ചെറിയ സംഖ്യയും രണ്ടാമത്തെ ക്ലാസ്സിലെ വലിയ സംഖ്യ മൂന്നാമത്തെ ക്ലാസ്സിൽ ചെറിയ സംഖ്യ ആയിരിക്കും. എന്നാൽ ഇൻക്ലൂസീവ് ക്ലാസ്സിലോ അവിടുത്തെ വലിയ സംഖ്യയോടെ ചെറിയ സംഖ്യ ആവണില്ല. അതായത് അതാത് സംഖ്യകൾ അതാത് ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ 0 to 5 എന്നതിൽ 5 എന്നുള്ളൊരു ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ അതിൽ സംഖ്യ തന്നു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഇവിടെ 0 to 4.9 വരെയുള്ള സംഖ്യകൾ മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് കാരണങ്ങൾ വിശദീകരിക്കുക. കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ചെറു കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഇതിൽ ഓപ്ഷൻ ബി ഉള്ള എല്ലാ എക്സാമിനും 8 മാർക്കിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. അപ്പം അത് കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ 5 മാർക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ അനുവർത്തിച്ചു പോകുന്ന നയങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ട് കാരണമായത്. അതായത് കർഷകനെ കൃഷിഭൂമിയൊക്കെ ജന്മിമാരുടെ കയ്യിലെത്തി. അപ്പോൾ അതിനുവേണ്ടി അവർ ജമീന്ദാരി, റയത്വാരി, മാൽവാരി പോലെ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്ര ദാരിദ്ര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ഒരു ഏകദേശം 8 പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമത് കുറഞ്ഞ വരുമാനം, ലോ ഇൻകം. അപ്പം 5 മാർക്ക് ചോദ്യമാണെങ്കിൽ ഇവ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് വരും. വരുമാനം കുറവ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വരുമാനം ഇല്ലാത്തതാണ് ദാരിദ്ര്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. 2 ആസ്തി ഇല്ലായ്മ, വീടോ അല്ലെങ്കിൽ സ്വത്തോ ഇല്ലാത്ത ഇത് ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ടുള്ള കാരണമാണ്.
തൊഴിലില്ലായ്മ, ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലില്ലാത്തതിനും ദാരിദ്ര്യത്തിന് കാരണമാണ്. കാരണം എന്താണ്? തൊഴിലില്ലാത്തത് കൊണ്ട് വരുമാനം ഉണ്ടാവില്ല. അസമത്വം, ഇന്നിക്വാളിറ്റി, സമൂഹത്തിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നതാണ് സമൂഹത്തിൽ ഉയർന്നവനും താഴ്ന്നവനുള്ളത്, അല്ല ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും എന്നുള്ളത്. അപ്പോൾ താഴ്ന്ന ജാതിക്കാരാണ് പ്രധാനമായിട്ടും തൊഴിലില്ലായ്മയിൽ കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. ഇല്ലെന്നാണ് അവർ സമൂഹത്തിൽ ഇന്നും പിന്നോക്കാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ആദിവാസികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരൊക്കെ സമൂഹത്തിൽ ഉള്ളേരിയയിലാണ് കൂടുതലായിട്ട് താമസിക്കുന്നത്. അവർ ഇന്നും സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അടുത്ത ഒറ്റപ്പെടലിൽ ഗതികേട്. ദരിദ്രരിൽ നല്ല ശതമാനവും ആൾക്കാർ എന്താണ്? ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആദിവാസികളൊക്കെ എന്താണ്? ഇപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ദാരിദ്ര്യം അവരെ കൂടുതലായിട്ട് അലട്ടാറുണ്ട്. ചൂഷിതർ, അല്ലെ, സമൂഹത്തിൽ അസംഘടിത മേഖലയിൽപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് ചൂഷണം നേരിടുന്ന ആൾക്കാരെയാണ് നമ്മൾ ചൂഷിതരെന്ന് വിളിക്കുന്നത്, അല്ലേ. അത് മുതലാളിമാർ തൊഴിലാളികൾ നല്ലോണം ചൂഷണം ചെയ്യും. പ്രധാനമായിട്ട് സ്ത്രീകളൊക്കെ ചൂഷണത്തിൽ കൂടുതലായിട്ട് വിധേയമാവാറുണ്ട്. കാരണം പുരുഷന്മാർക്ക് 1000 രൂപ കൂലി കൊടുക്കുകയും സ്ത്രീകൾക്ക് 200-300 കൂലി കൊടുത്തിട്ട് എന്താണ് അവർ സമൂഹത്തിൽ എന്നും പിന്നോക്ക അവസ്ഥയിൽ ആണ് കാണപ്പെടുന്നത്. കുറഞ്ഞ സാമ്പത്തിക വളർച്ച. ഒരു രാജ്യത്തിന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ, സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം ആർക്കുണ്ടായിരിക്കും? പാവപ്പെട്ടവർക്കും കിട്ടും. പിന്നെ കുറഞ്ഞ സാമ്പത്തിക വളർച്ച ആണെന്നല്ലോ സ്വാഭാവികമായിട്ട് ജനങ്ങളൊന്നും പട്ടിണി ദാരിദ്ര്യത്തിലുമായിരിക്കും. ജനസംഖ്യാ സ്ഫോടനം. അമിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവും ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ടുള്ള കാരണമാവുകയാണ്. കൃഷിയുടെയും വ്യവസായവൽക്കരണത്തിനെയും പിന്നോക്കാവസ്ഥ, അല്ലെ, സാമൂഹികമായിട്ട് എന്താണ് കൃഷി വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നത്, ഒരുപാട് ആൾക്ക് തൊഴിലില്ലാത്തതും ഭക്ഷണം കിട്ടാത്തതൊക്കെ പ്രധാനമായിട്ടുള്ള കാരണമാവുകയാണ്. നാണയപ്പെരുപ്പം. സമ്പത്ത് വ്യവസ്ഥ പണത്തിന് അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അത് ജനങ്ങളുടെ പട്ടിണി ദാരിദ്ര്യത്തിന് കാരണമാവും, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് കാരണമാകും. കാരണം സമ്പത്ത് വ്യവസ്ഥ പണത്തിന് അളവ് കൂടിക്കഴിഞ്ഞാൽ പണത്തിന് യാതൊരുവിധ വാല്യൂ ഉണ്ടാവില്ല. പ്രധാനമായിട്ടുള്ള 10 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് 10 പോയിന്റുകൾ എഴുതണം. ഈ ഓരോന്ന് വിശദീകരിക്കുകയും വേണം. കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇന്ത്യയിലെ ദാരിദ്ര്യം നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ് പ്രധാനമായിട്ട് 3 സമീപനമാണ് സ്വീകരിച്ചുള്ളത്. അല്ലെങ്കിൽ ത്രിമുഖ സമീപനം ആണ് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ സാധിക്കും. സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കൽ, ആസ്തികളും തൊഴിലും ഉണ്ടാക്കുന്നതിനുള്ള വരുമാനം ഉണ്ടാക്കുക, ജനങ്ങൾക്ക് മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ പ്രധാനമായിട്ട് 3 തരത്തിൽ കൊണ്ടുവന്നു. ഒന്നാമത്തെ സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും, 2 ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഇതാണ് 8 മാർക്കിന് ചോദിക്കുക. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും. ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നുള്ള നടപ്പിലാക്കിയ SGSY, IRDP എന്നുള്ള പദ്ധതികൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. 4ാമത്തെ ചാപ്റ്റർ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുക, അല്ലെ അംഗനവാടിയിൽ നിന്ന് കുട്ടികൾക്ക് എന്താണ് കൊടുക്കുക, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എന്താണ് ഭക്ഷണം വിതരണം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പ്രായമാർക്ക് പെൻഷൻ കൊടുക്കുക. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ വന്നാണ്. 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയിൽപ്പെട്ട ആൾക്ക് ആനുകൂല്യം കൊടുക്കുക, അല്ലെങ്കിൽ സാമൂഹികപരമായി സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് വിധവകൾക്ക് ആനുകൂല്യം കൊടുക്കുക, പ്രായമായവർക്ക് പെൻഷനും കാര്യങ്ങളും കൊടുക്കുക. ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. അതായത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഏതൊക്കെയെന്ന് ചോദിക്കും. 32ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് പറയാവുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാർഷിക വിപണനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഗ്രാമീണ വിപണി സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന് ആരംഭിച്ച നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ബദൽ വിപണന മാർഗ്ഗങ്ങൾക്ക് 2 ഉദാഹരണം എഴുതുക. കാർഷിക വിപണി സംവിധാനം. അതായത് കർഷകർ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്, അല്ലേ. അവരെന്താണ് കർഷകരിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുകയും അത് കമ്പോളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ കർഷകർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടാത്തൊരവസ്ഥ വരാം. നല്ല കിട്ടുന്ന വരുമാനം മുഴുവൻ ആര് കൊണ്ടുപോകും? ഇടനിലക്കാരായിട്ട് ആൾക്കാർ കൊണ്ടുപോകും. അപ്പോൾ ഗവൺമെൻറ് അതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി കർഷകർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സംഭവം ആണ് കാർഷിക വിപണി സംവിധാനം. അത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അത് നേരിട്ട് എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെന്നാണ് ജനങ്ങൾക്ക് എന്താണ് കർഷകർക്ക് തന്നെ നേരിട്ട് സാധനങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് കാർഷിക വിപണി സംവിധാനം എന്നുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നുള്ളതാണ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ, റോഡ്, റെയിൽവേ, വെയർഹൗസ്, ഗോഡൻ, കോൾഡ് സ്റ്റോറേജ്, സംസ്കരണശാലകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച്, അല്ലേ. അതായത് ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലായിട്ടും കൃഷി ഉൽപ്പാദനം ഉണ്ടാകും. അപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ റോഡുകൾ വികസിപ്പിക്കുക, അല്ലെങ്കിൽ റെയിൽവേ വികസിപ്പിക്കുക, പിന്നെന്താണ് ഗോഡൗണുകൾ, കോൾഡ് സ്റ്റോറേജ്, സംസ്കരണശാലകൾ വികസിപ്പിക്കുക, സഹകരണ വിപണന സംവിധാനം മെച്ചപ്പെടുത്തുക, താങ്ങുവില പ്രഖ്യാപിക്കുക. അല്ല, താങ്ങുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് വില കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും, അല്ലെങ്കിൽ ഈടുള്ള വസ്തുക്കൾ മാത്രമേ ഗവൺമെൻറ് ഏറ്റെടുക്കുകയുള്ളൂ. അത് ഏറ്റെടുക്കുകയും എന്താണ് കമ്പോളത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് ഗവൺമെൻറ് അത് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. അപ്പോൾ കർഷകന് കിട്ടാളൊക്കെ കർഷകനും കിട്ടും, ഗവൺമെൻറ് കിട്ടാനുള്ള പൈസ ഗവൺമെൻറ്റിനും കിട്ടും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട്, അല്ലേ. അതുപോലെ തന്നെ മറ്റു വളർന്നു വരുന്ന ബദൽ വിപണന മാർഗ്ഗങ്ങൾ അപ്നി മണ്ഡി, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ പ്രദേശങ്ങൾ നടപ്പിലാക്കിയ അഡാസ്പ്ര മണ്ഡി, റയത്ത് ബസാർ, ഉയവർ സന്ധി, ഇതൊക്കെ ഓരോ പ്രദേശങ്ങളിൽ ഗവൺമെൻറ് നടപ്പിലാക്കിയുള്ള പദ്ധതികളാണ്. അത് ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ഒഴിവാക്കുകയും കർഷകർക്ക് നേരിട്ട് സാധനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ കർഷകർക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് അത് നേരിട്ട് ഏറ്റെടുത്തിട്ട് കമ്പോളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് അതൊക്കെ. അപ്പോൾ കാർഷിക വിപണി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാണ്ട്, അല്ലെങ്കിൽ കർഷകർ
കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. നമ്മൾ ഗ്രാമീണ വികസനം എന്നുള്ള 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എസ്എ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, മാധ്യം, മാധ്യാംഗം, ബഹുലകം എന്നിവ കണക്കാക്കുക. മീന്, മീഡിയം, മോഡ് കാണുക. മാർക്കായിട്ട് ക്ലാസ് മാർക്കായിട്ട് തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണാണ് ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുണ്ട്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഫ്രീക്വൻസി അഥവാ വിദ്യാർത്ഥികളാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 7, 5, 20, 12, 6. ഇത് വെച്ചാൽ നമ്മൾ മീന്, മീഡിയൻ, മോഡ് കാണുന്നത്. വളരെ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റനാണ്. എക്സാമിന് 8 മാർക്കിന് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ക്ലാസ്സും ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഫ്രീക്വൻസി 7, 5, 20, 12, 6 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മീനാണ് കാണാൻ പോകുന്നത്. മീൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ ആണ് മീൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയുടെ ടോട്ടൽ അഥവാ സിഗ്മ എഫ് എം ആണ് എൻ എന്ന് പറഞ്ഞാൽ. എൻ എത്ര കിട്ടുക? 50 കിട്ടും അല്ലേ. അതായത് 7, 5, 20, 12, 6. അപ്പോൾ എത്ര ടോട്ടൽ കിട്ടുക? 50 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? എഫ് എം അല്ലെ, സിഗ്മ എഫ്. എഫിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് അഥവാ എൻ എന്ന് പറഞ്ഞാൽ. ഇനി എഫ് എം എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എം ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എം കാണണം. എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻറ്റ്, ക്ലാസ്സിൻ്റെ മധ്യസംഖ്യ. 0 to 10, 5, 10 to 20, 15, 20 to 30, 25, 30 to 40, 35, 40 to 50, 45. അപ്പോൾ എം കണ്ട്. ഇനി എഫ് എമ്മിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എം എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത് എഫ് എം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എഫ് എം കാണണം. അപ്പോൾ എഫ് എം എങ്ങനെ കാണാം? എഫ് ഇൻറ്റു എം 7 into 5, 35, 5 into 15, 75, 20 into 25, 500, 12 into 35, 420, 420, 6 into 45, 270. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് എം കിട്ടി. എഫ് എമ്മിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എം എന്ന് പറഞ്ഞാൽ. അപ്പം സിഗ്മ എഫ് എം എന്ന് പറഞ്ഞാൽ എഫ് എം മൊത്തം ടോട്ടൽ കൂട്ടി ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 1300, 1300 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം. സിഗ്മ എഫ് എം 1300 ബൈ എൻ എത്ര കിട്ടുക? 50. അപ്പം 0 ക്യാൻസൽ ചെയ്ത് 130-ൽ 5 എത്ര പ്രാവശ്യം പോകും നോക്കുക. എത്ര പ്രാവശ്യം പോകും? 26 പ്രാവശ്യം അല്ലേ. 26. അതായത് എക്സ് ബാർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 26. അപ്പോൾ നമുക്ക് മീന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ മീനിന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മീഡിയമാണ്. അപ്പോൾ മീഡിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എം ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ എന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മീഡിയം കാണാൻ വേണ്ടി. അപ്പം ഇവിടെ n ബൈ 2 കണ്ടെത്തണം. n ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? n എത്ര നമുക്ക് കിട്ടിയുള്ളത്? 50. അപ്പം 50 ബൈ n ബൈ 2 എന്ന് പറഞ്ഞാൽ n ബൈ 2 ഈക്വൽ ടു 50 ബൈ 2 എത്ര കിട്ടും? 25. ഈ 25 ഏത് സി എഫിൽ പോകുന്നു കണക്കാക്കണം. അപ്പോൾ സി എഫ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ സി എഫ് കണ്ടെത്തണം. സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂട്ടി ചെയ്താൽ ആദ്യത്തെ 7 പ്ലസ് 5, 12, 7, 5, 20, 32, 7, 5, 20, 12, 44, 7, 5, 20, 12, 6, 50. ഇല്ലെങ്കിൽ 44 പ്ലസ് 6 അല്ലേ എത്ര കിട്ടും? 50 അഥവാ 50 എന്ന് കിട്ടി. അപ്പോൾ സി എഫ് കിട്ടി. ഇനി സി എഫ് ഈ നമുക്ക് എന്താണ്? n ബൈ 2 25 എന്ന് കിട്ടി. ഈ 25 ഏത് സി എഫിൽ പോകും നോക്കുക? 32-ൽ പോകും. അപ്പോൾ അതിന് നേരെയുള്ള ക്ലാസ്സും ഫ്രീക്വൻസിനും അതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തു അല്ലേ. ക്ലാസ്സിനും ഫ്രീക്വൻസിനും നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്മൾ എന്താണ്? n ബൈ 2 25 എന്ന് കിട്ടി. ഇനി എൽ എന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ്. നമ്മൾ റൗണ്ട് ചെയ്തതിലെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 20. അപ്പം എൽ സമം 20. എൽ കിട്ടി, 20 എന്ന് കിട്ടി. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ റൗണ്ട് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി എത്രയാണ്? 20. അപ്പോൾ 20 നമുക്ക് കിട്ടി. ഫ്രീക്വൻസി 20 കിട്ടി. ഇനി ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ തമ്മിലുള്ള അകലം. ക്ലാസ്സിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള അകലം എത്രയാണ്? 20ഉം 30ഉം തമ്മിലുള്ള അകലം എത്രയാണ്? 10. അപ്പോൾ നമുക്ക് എന്താണ്? എല്ലാം കിട്ടിക്കഴിഞ്ഞ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഇനി സി എഫ് കണ്ടെത്തണം. സി എഫ് ഈ റൗണ്ട് ചെയ്ത സി എഫ് അല്ല നമുക്ക് വേണ്ടത്. പകരം തൊട്ട് മുകളിലുള്ള സി എഫ് ആണ് നമ്മൾ സി എഫ് ആയിട്ട് പരിഗണിക്കുന്നത്. എത്രയാണ്? സി എഫ് 12. ഇനി നമ്മൾ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? എൽ 20 പ്ലസ് n ബൈ 2 നമുക്ക് എത്ര കിട്ടിയത്? 25 മൈനസ് സി എഫ് എത്ര കിട്ടിയത്? 12 ബൈ എഫ് എത്ര കിട്ടിയത്? 20 ഇൻറ്റു 10. ഐ എത്രയാണ്? 10. 20 പ്ലസ് 25 12 പോയാൽ 13 ബൈ 20 ഇൻറ്റു 10. 20 പ്ലസ് ഇവിടെ താഴെ 20 ഇവിടെ 10 ഉണ്ട്. 0 ക്യാൻസൽ ചെയ്തു.
അപ്പോൾ നമുക്ക് 13/2 20 പ്ലസ് 13/2 6.5. അതായത് 6.5ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ എം സമം നമുക്ക് എന്ത് കിട്ടി? എം സമം 26.5. അപ്പോൾ നമുക്ക് മീൻ എത്ര കിട്ടി? 26 കിട്ടി. മീഡിയം നമുക്ക് 26.5 കിട്ടി. അപ്പോൾ നമ്മൾ ഏകദേശം ചെയ്തിട്ടുള്ള കറക്റ്റാണ്, കാരണം ഇത് സംഖ്യകൾ ഏകദേശം എടുത്തെടുത്ത സംഖ്യകളാണ് വരിക. ഇനി നമുക്ക് മോഡ് കാണണം. മോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3m - 2x ബാർ. അതായത് 3 × m എത്രയാണ്? 26.5. 26.5 മൈനസ് 2 × x ബാർ എത്ര? 26. 3 × 26.5 നമുക്ക് എത്ര കിട്ടും? 79.5 എന്ന് കിട്ടും. മൈനസ് 2 × 26 അഥവാ എത്ര കിട്ടും? 52. അപ്പം 79.5 52 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 27.5 എന്ന് കിട്ടും. അതായത് മോഡ് സമം 27.5 കിട്ടി. അപ്പോൾ നമ്മൾ മീനും മീഡിയം മോഡ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണ്. മീനും മീഡിയം മോഡ് കാണാൻ വേണ്ടി 8 മാർക്കിന് എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തി ചോദിക്കാറുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ മോഡൽ എക്സാമിൻ്റെ ക്ലാസ് കാണുകയും അല്ലെങ്കിൽ മോഡൽ എക്സാമിന് ക്വസ്റ്റൻ ആൻസർ ഞാൻ ഇവിടെ ആൻസർ ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പബ്ലിക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, ഇതുപോലെ ക്വസ്റ്റൻ ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എക്സാമിന് ഏകദേശം 50-60% ക്വസ്റ്റൻ ഇതേ ക്വസ്റ്റൻ പേപ്പർ ക്വസ്റ്റൻ ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്.